എങ്ങനെയാണ് വൈബ്രേഷൻ അനാലിസിസ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതില് 4 സ്റ്റെപ്സ് പഠിച്ചു. ഏതൊക്കെയാ? വൈബ്രേഷൻ അനാലിസിസിൽ 4 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് പഠിച്ചതിൽ എന്തൊക്കെയാ പഠിച്ചു? സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണെന്ന് പഠിച്ചു. സ്പ്രിങ്ങിന് സ്റ്റിഫ്നെസ് ഉണ്ടാകും, അതുപോലെ മാസ് കാരണം ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാകും. പിന്നെ ഡാമ്പിങ്, ഒരു എനർജിയെ ഡാമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ എനർജിയുടെ സ്ട്രെങ്ത് കുറച്ച്, ആ ഒരു വേവിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ഡാമ്പിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാമ്പർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഡാമ്പിങ് കോഎഫിഷ്യന്റ് സി പഠിച്ചു. അപ്പൊ ആദ്യം മാത്തമാറ്റിക്കൽ മോഡലിംഗ്. സെക്കൻഡ് സ്റ്റെപ്പ് ആയിരുന്നു ഡെറിവേഷൻ ഓഫ് ഗവേണിംഗ് ഇക്വേഷൻ. അപ്പം ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗിൽ കുറച്ച് അസംഷൻസ് പഠിച്ചു. ആദ്യം എങ്ങനെയാണ് ഒരു പോർട്ടൽ ഫ്രെയിം തന്നിട്ടുണ്ടെങ്കിൽ പോർട്ടൽ ഫ്രെയിമിനെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ആയിട്ട് മോഡൽ ചെയ്യുക, അത് എന്നുള്ള കാര്യങ്ങൾ കണ്ടു. നോക്കാം, ഇവിടെ ഡാംപർ ഉണ്ട്, ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് സി, ഇതാണ് സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് കെ, അതുപോലെ മാസ് എം, ഇതെന്താണ് എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എനർജി അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പം എഫ് ടി എന്ന് പറയുന്നത് ഡൈനാമിക് ഫോഴ്സ്, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ട ഫോഴ്സുകളാണ്. കെ വൺ എക്സ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് കാരണം, സ്പ്രിംഗിലെ സ്റ്റിഫ്നെസ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് കെ ഇൻറ്റു എക്സ്. അതുപോലെ ഡാമ്പിംഗ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് സി ഇൻറ്റു എക്സ് ഡാഷ്. എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, സി എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. ദെൻ ഇനേർഷ്യ കാരണം, ഈ ഒരു ബോഡിയുടെ മാസ് കാരണം ഇനേർഷ്യ ഉണ്ടാവും. ആ ഇനേർഷ്യ ഫോഴ്സ് എത്രയാണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷനെയാണ് എക്സ് ഡബിൾ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇത്രയും ടോട്ടൽ ഫോഴ്സ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എഫ് ഓഫ് ടി ഈക്വൽ ടു ഈ റെസിസ്റ്റിംഗ് ഫോഴ്സിന്റെ സം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ സം ഓഫ് ഓൾ ദ റെസിസ്റ്റിംഗ് ഫോഴ്സസ് ഈക്വൽ ടു ഡൈനാമിക് ഫോഴ്സ് ഓർ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ഫോഴ്സ്? എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ഓഫ് ടി, ദെൻ റെസിസ്റ്റിംഗ് ഫോഴ്സസ് കെ എക്സ് സ്പ്രിംഗ് കാരണം, സി എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഡാമ്പിംഗ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്, എം എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇനേർഷ്യ ഫോഴ്സ്. ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഒരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ. പിന്നെ അതിൽ തന്നെ ഒരു ചെറിയ വേരിയേഷൻ എന്ന് പറയുന്നത് അൺഡാംപ്ഡും ഫ്രീ വൈബ്രേഷൻ ആണെങ്കിൽ, ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഉണ്ടാവില്ല, ഡൈനാമിക് ഫോഴ്സ് ഉണ്ടാവില്ല, ആ സിസ്റ്റം സ്വമേധയാ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എഫ് ഓഫ് ടി സീറോ ആയി. അൺഡാംപ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം ഉണ്ടാവില്ല, സി എക്സ് ഡാഷ് ഉണ്ടാവില്ല, കാരണം ഡാമ്പിംഗ് ഇല്ല. അപ്പൊ പിന്നെ എന്തൊക്കെയുള്ളത്? കെ എക്സ് ഉണ്ട്, എം എക്സ് ഡബിൾ ഡാഷ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സം ഈക്വൽ ടു സീറോ. അങ്ങനെ അതിന്റെ ഒരു വേരിയേഷൻ വന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് വൈബ്രേഷൻ അനാലിസിസിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പൊ നമുക്ക് ഏതാണോ സിസ്റ്റം സ്ട്രക്ചർ ഉള്ളത് അതിനെ ഫസ്റ്റ് മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അതിന് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം അനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അതിൽ 5 മെത്തേഡുകൾ ഉണ്ട്. 5 മെത്തേഡുകളിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഹാർമോണിക് മോഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ ഇസ് ന്യൂട്ടൺസ് മെത്തേഡ്. ഈ ഫസ്റ്റ് രണ്ട് മെത്തേഡുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്? ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ഒരു മീൻ പൊസിഷനിൽ അബൌട്ട് ആയിട്ട് ആ ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യും. അതിനകത്ത് ഉണ്ടാവുന്ന ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു മീൻ പൊസിഷനിലേക്ക് ഓറിയന്റഡ് ആയിരിക്കും. അതായത് ആ ഒരു സിസ്റ്റത്തിനെ മീൻ പൊസിഷനിലേക്ക് ബ്രിങ് ബാക്ക് ചെയ്യാനായിട്ട് അത്തരത്തിലായിരിക്കും അതിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുക. എന്താ പറയാ, എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ആക്സിലേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പൊ ഒരു പെൻഡുലം തന്നെ നോക്കാം. പെൻഡുലം എങ്ങനെ റൈറ്റ്സ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്താൽ ഇതിന്റെ രണ്ട് ഫാർ എൻഡിൽ നിന്നും എപ്പോഴും അതിനെ ആ മീൻ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടായിരിക്കും ആ ഒരു ഫോഴ്സ് ട്രൈ ചെയ്യുക. അപ്പം അത് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൈനസ് സൈൻ വന്നിട്ടുള്ളത്. ദെൻ അതുവഴിക്ക്, അതായത് ഫസ്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. അതുപോലെ ഡി എക്സ് ബൈ ഡി ടി, അതായത് എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഡി എക്സ് ബൈ ഡി ടി ആണ്. ആക്സിലറേഷൻ എക്സ് ഡബിൾ ഡാഷ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. പിന്നെ
ഇതിനകത്ത് ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എക്സ് ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ വന്നത്. മുന്നേ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താ പഠിച്ചു? അതിനകത്ത് ഇക്വേഷൻസ് പഠിച്ചു ഇല്ലേ? മൈക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ടാവില്ല. ദെൻ ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ എന്താണ് എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് എന്നാണ് ഇക്വേഷൻ വരാം. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണിത്. അപ്പൊ ഈ ഒരു റൈറ്റ് സൈഡിലെ ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റത്തിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് വരാം. ജനറലി എല്ലാ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതിനോട് സിമിലർ ആയിരിക്കും. ഇത് തന്നെയാണ് ഇക്വേഷൻ ഓഫ് മോഷൻ വരെ. ദിസ് ഇസ് എ ലീനിയർ ഇക്വേഷൻ. കാരണം ഇവിടെ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷൻ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡബിൾ ഡാഷ് ആണ്. എക്സ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ആക്സിലറേഷൻ ആണ് എക്സ് ഡബിൾ ഡാഷ്. അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ. അപ്പം ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. സെക്കൻഡ് മെത്തേഡ് ന്യൂട്ടൺസ് മെത്തേഡ് ആയിരുന്നു. ന്യൂട്ടൺസ് മെത്തേഡിൽ സെക്കൻഡ് ലോ ഓഫ് മോഷൻ യൂസ് ചെയ്തിട്ട്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു ഇമ്പോൾസ് ഓർ എക്സ്റ്റേണൽ ഫോഴ്സ്. എത്രയാണ് നമുക്ക് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഫോഴ്സിന് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ഡെവലപ്ഡ്. ആൻഡ് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റം, ഒരു സ്പ്രിംഗ് കൺസിഡർ ചെയ്തു. ആ ഒരു സ്പ്രിംഗ് ആദ്യം ഇനീഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്നു. അതിന്റെ ഫ്രീ എൻഡിലേക്ക്, ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, അടുത്ത എൻഡില് ആ ഒരു ഫ്രീ എൻഡില് മാസ് എം എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ മാസ് എം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്പ്രിംഗ് എന്ത് ചെയ്യും? കുറച്ചു നേരം കഴിയുമ്പോൾ അത് താഴോട്ട് ഡിഫ്ലക്ട് ചെയ്യും ഇല്ലേ? ആ ഒരു ഡിഫ്ലക്ഷൻ ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പം താഴോട്ട് ഇതിന് ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഡെൽറ്റ. അപ്പം സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് കെ ആണ്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? കെ ഡെൽറ്റയാണ്. ഈ മാസ് കാരണം ഫോഴ്സ് ഉണ്ടായിട്ടുള്ളത് കെ ഡെൽറ്റയാണ്. അപ്പൊ ഈ മാസ് കാരണം താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ആ മാസിന്റെ വെയിറ്റ് അല്ലെ? വെയിറ്റ് ഡബ്ല്യു. ആൻഡ് അതിനെ റെസിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്? സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ് ആണ്. അത് എത്രയാ ഫോഴ്സ്? കെ ഇൻറ്റു ഡെൽറ്റ. അപ്പൊ ഡബ്ല്യു ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ. അത് ഫസ്റ്റ് കണ്ടീഷനിൽ. പിന്നീട് നമ്മൾ ഈ ഒരു മാസിലേക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂടെ പ്രൊവൈഡ് ചെയ്യാണ്, എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യാണ്. ആ എക്സ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ട് ആ ഒരു സിസ്റ്റത്തിനെ റിലീസ് ചെയ്യും. അപ്പൊ ഈ എക്സ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തത് കാരണം ഈ ഒരു സ്പ്രിങ് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പ് ആൻഡ് ഡൗൺ ഇത് മൂവ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് ഇത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്ന് നിൽക്കും. അപ്പോൾ ഈ ഒരു ഇതിനെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്യുന്ന ഫോഴ്സിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണണം. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണ്? കെ ഇൻറ്റു എക്സ്. അഡീഷണലി ഇവിടെ നമ്മൾ ഇനീഷ്യൽ മാസ് കാരണം ഡിസ്പ്ലേസ്മെന്റ് കെ ഡെൽറ്റ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ള ഫോഴ്സ് കെ ഡെൽറ്റ. അപ്പൊ ടോട്ടൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് അപ്പോ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് കെ ഡെൽറ്റയും ഉണ്ട് കെ എക്സും ഉണ്ട്. അതാണ് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ കാണാം. താഴോട്ട് ഈ മാസിന്റെ വെയിറ്റ്, ദാറ്റ് ഈസ് ഡബ്ല്യു. ഇനി അപ്പോ ഡയറക്ഷനിൽ ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ഡെൽറ്റ പ്ലസ് എക്സ്. നമുക്ക് ഇതിന്റെ ഇക്വിലിബ്രിയം എഴുതാം. ഈ ഒരു മാസിന്റെ ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ ഡബ്ല്യു മൈനസ് കെ ഇൻറ്റു ഡെൽറ്റ പ്ലസ് എക്സ്. അതായിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ്. കാരണം ഇതിൽ നെറ്റ് ഫോഴ്സ് 0 ആവുന്നില്ല. കാരണം ഇതിൽ ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറെ നേരം ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡബ്ല്യു, ഇതിന്റെ നെറ്റ് ഫോഴ്സ് ആയിരിക്കും ഡബ്ല്യു മൈനസ് കെ ഇൻറ്റു ഡെൽറ്റ പ്ലസ് എക്സ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഫസ്റ്റ് കേസിൽ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ സ്പ്രിങ്ങിന്റെ റെസിസ്റ്റൻസ് ആണ് ഇല്ലേ? ഈ ഒരു ഡെൽറ്റ ഇത് ഡിഫ്ലക്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ് തന്നെ ആയിരിക്കും ഇതിന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ട് വരാം. അപ്പൊ ഡബ്ല്യു ഈക്വൽ ടു കെ ഡെൽറ്റ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഡബ്ല്യു ഈക്വൽ ടു കെ ഡെൽറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ വാല്യൂ എന്ത് വന്നു? മൈനസ് കെ എക്സ് എന്ന് വന്നു. ഇനി റീസ്റ്റോറിംഗ് ഫോഴ്സ് മൈനസ് കെ എക്സ് വന്നു. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? സിസ്റ്റത്തിൽ ഇമ്പോസ് ചെയ്യുന്ന ഫോഴ്സ്. ഇവിടെ സ്പ്രിംഗിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. That will be equal to change in momentum, rate of change of momentum.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതാണ് ഇവിടെ മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെ വരും? എം എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഇനി ത്രൂ ഔട്ട് എം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഞാൻ ഈ ഇക്വേഷനും മുന്നത്തെ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് മെത്തേഡിൽ ഇത് ന്യൂട്ടൺസ് മെത്തേഡ്, ആദ്യം ചെയ്ത മെത്തേഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ മെത്തേഡ്. ഇതിൽ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ഡബിൾ ഡാഷ് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അതായത് ഇവിടുത്തെ ഒമേഗ എൻ സ്ക്വയറിന്റെ സ്ഥാനത്താണ് നമ്മുടെ ഇപ്പത്തെ ഇക്വേഷനിൽ കെ ബൈ എം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാലോ. ഒരേ ഇക്വേഷൻ, അതിന്റെ ഒരു കോൺസ്റ്റന്റിൽ ഇവിടെ കെ ബൈ എം ആണ്, ഇതിന് മുന്നത്തെ ഇക്വേഷനിൽ ഡബ്ല്യു എൻ സ്ക്വയർ ആണ്. അപ്പൊ മുന്നത്തെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ഡബ്ല്യു എൻ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം. ഇതിൽ നിന്ന് ഡബ്ല്യു എൻ, അതായത് എന്താണിത്? ആംഗുലർ ഫ്രീക്വൻസി. ഒമേഗ എൻ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇത് നമുക്ക് ഇതിനകത്ത് ആവശ്യം വരും. ഇത്രയും രണ്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇതുവരെ പഠിപ്പിച്ചതിൽ ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ ഇന്നലെ പോയിട്ട്? അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എനർജി മെത്തേഡ്. അപ്പം എനർജി മെത്തേഡിൽ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്നതിന് ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ആയിട്ട് എടുക്കുകയാണ്. എന്താണ് കൺസർവേറ്റീവ് സിസ്റ്റം? എനർജി കൺസേർവ്ഡ് ആണ്. അതായത് ഇതില് എനർജിക്ക് ലോസ് ഒന്നും വരുന്നില്ല. ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ ഡൈനാമിക് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ വേറെ ഡാമ്പിംഗ് വന്നാൽ എന്താണ്? എനർജി ഡിസിപ്പേറ്റ് ചെയ്തു പോകും ഇല്ലേ? എനർജിയുടെ സ്ട്രെങ്ത് കുറച്ച് കുറച്ച് കൊണ്ടുപോവാണ്. ബട്ട് ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ എനർജി ലോസ് ഉണ്ടാവുന്നില്ല. അതായത് ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ എന്താ? ഡാമ്പിംഗ് ഉണ്ടാവാൻ പാടില്ല. അപ്പം കൺസർവേറ്റീവ് സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് കാരണം ഫോർ ആൻ അൺഡാംപ്ഡ് സിസ്റ്റം there is no friction or damping force. ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫോഴ്സ് വന്നാൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്തു പോകും, എനർജി ലോസ് ഉണ്ടാകും. ബട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നത് കൺസർവേറ്റീവ് സിസ്റ്റം ആണ്. കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് എനർജി ഇല്ല, ടോട്ടൽ എനർജി ഓഫ് സിസ്റ്റം വിൽ ബി കോൺസ്റ്റന്റ്. അപ്പം ഇവിടെ ഡാമ്പിംഗ് ഇല്ല, അൺഡാംപ്ഡ് സിസ്റ്റം ആണ് എടുക്കുന്നത്. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അപ്പം ഒരു സിസ്റ്റത്തിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാകും. എന്ത് കാരണമാണ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്, എന്ത് കാരണമാണ് കൈനറ്റിക് എനർജി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? 0 അല്ലേ? അപ്പൊ ഇവിടെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് സം ഓഫ് എനർജീസ്, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി വിൽ ബി 0. ഇനി എന്താണ് പൊട്ടൻഷ്യൽ എനർജി, എന്താണ് കൈനറ്റിക് എനർജി നോക്കണം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. എല്ലാവർക്കും അറിയാം ഇല്ല? ഇവിടെ എം എന്ന് പറയുന്നത് മാസ് ആണ്, വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പം നമുക്ക് എടുത്തിട്ടുള്ള സിസ്റ്റത്തിൽ മാസ് ആണ് എം. വെലോസിറ്റി എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ ഇതുവരെ കണ്ടതുള്ള എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഡാഷ് ആണ് വെലോസിറ്റിക്ക് നമ്മൾ എപ്പോഴും കൊടുക്കില്ല. അപ്പൊ ഹാഫ് ഇൻറ്റു എം എക്സ് ഡാഷ് സ്ക്വയർ, അതാണ് കൈനറ്റിക് എനർജി. അത് മാസ് കാരണമാണ്. ഓക്കെ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സ്പ്രിങ്ങിലാണ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ. കെ എന്ന് പറയുന്നത് സ്പ്രിങ്ങിലെ സ്റ്റിഫ്നെസ്, എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. എങ്ങനെയാണ് ഇക്വേഷൻ വന്നത്? ഈ പൊട്ടൻഷ്യൽ എനർജി, സ്പ്രിങ്ങിലെ പൊട്ടൻഷ്യൽ എനർജി നോക്കാം. സ്പ്രിങ്ങില് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. സപ്പോസ് ഒരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങില് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുകയാണ്. എഫ് എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്പ്രിങ്ങിൽ എന്തുണ്ട്? സ്റ്റിഫ്നെസ് ഉണ്ട്. സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ. അപ്പൊ ഫോഴ്സ്, ഇവിടുത്തെ ഈ ഒരു ഫോഴ്സ് ഈ ഒരു സ്പ്രിങ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ അതില് സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത്, റെസിസ്റ്റിംഗ് ഫോഴ്സ് എഫ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് അല്ലെ? സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ,
ആ ഫോഴ്സ് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെയാണ് ഈ സ്പ്രിങ് റെസിസ്റ്റ് ചെയ്യുക. റെസിസ്റ്റിംഗ് ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി എന്താണ്? ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന്റെ ഏരിയ ആണ് പൊട്ടൻഷ്യൽ എനർജി. ഇപ്പൊ ഇതാണ് എന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. എങ്ങനെയാണ് സ്റ്റിഫ്നെസ്, അതായത് സ്പ്രിങ്ങിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം അതിന്റെ ഡയഗ്രാം, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഇതുപോലെ വരും. വിത്ത് മാക്സിമം ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? കെ ഇൻറ്റു എക്സ്, എഫ് ഈക്വൽ ടു കെ എക്സ്. ഇനി സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ ഏരിയ ആണ്. അപ്പൊ ഇതിനകത്ത് ബൗണ്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. വിത്ത് ഇതിന്റെ എക്സ് ആക്സിസിൽ എക്സും മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് കെ എക്സും. അപ്പൊ ഏരിയ എന്തായി? ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു കെ എക്സ്. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഒരു സ്പ്രിങ് ആണെങ്കിൽ അതിന് സ്റ്റിഫ്നെസ് കെ ഉണ്ട്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ അതിലുണ്ടാവുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ് എഫ് ഈക്വൽ ടു കെ എക്സ് ആണ്. അതാണ് മാക്സിമം ഫോഴ്സ്. അപ്പൊ ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ലീനിയർ ആയിട്ട് വരും. ഈ ഒരു ലീനിയർ ഗ്രാഫിന്റെ ഏരിയ ആണ് നമ്മുടെ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പം ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കുമ്പോൾ എന്തായി? ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു കെ എക്സ്, ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് വന്നു. അപ്പൊ കൈനറ്റിക് എനർജി ഹാഫ് എം എക്സ് ഡാഷ് സ്ക്വയർ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി സം ഓഫ് എനർജി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആൻഡ് ഡി ബൈ ഡി ടി ഓഫ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. അപ്പൊ ഈ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ, ഈ ഒരു ഓരോ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഇക്വേഷൻ ഇൻഡിവിജ്വലി അറിയാം. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഹാഫ് എം എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ, ഇതിന്റെ ഡെറിവേറ്റീവിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഓരോ ടേമിനെയും ഇൻഡിവിജ്വലി നമ്മൾ ഡിറൈവ് ചെയ്യുക ഓർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഹാഫ് ഇൻറ്റു എം എക്സ് ഡാഷ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? എക്സ് ഡാഷ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ഡാഷ് ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് അല്ലെ? എക്സ് ഡാഷ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ, എക്സ് ഡാഷ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് ഡാഷ്, 2 ഇൻറ്റു എക്സ് ഡാഷ്. അഗെയിൻ എക്സ് ഡാഷിനെ ഡിറൈവ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എക്സ് ഡബിൾ ഡാഷ് ആയി. ഓക്കെ, പ്ലസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. അപ്പൊ ഹാഫ് കെ കോൺസ്റ്റന്റ് ആണ്, അത് അതുപോലെ തന്നെ എഴുതാം. എക്സ് സ്ക്വയറിന് ഡി ബൈ ഡി ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ഇൻറ്റു എക്സ് ഡാഷ്. ഓരോ ടേമിനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ടേം. സം ഓഫ് ദിസ് ഈക്വൽ ടു 0. ഇനി ത്രൂ ഔട്ട് ഈ ഒരു ഇക്വേഷനെ ഞാൻ എക്സ് ഡാഷ് വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ഇതിൽ എക്സ് ഡാഷ് ഉണ്ട്, ഇവിടെയും എക്സ് ഡാഷ് ഉണ്ട്. ഇതിനെ ത്രൂ ഔട്ട് എക്സ് ഡാഷ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടു ക്യാൻസൽ ആയിപ്പോയി, ഇവിടുത്തെ ഹാഫും 2ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എക്സ് ഡാഷ് വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ഡാഷും പോയി. ബാക്കി എന്തൊക്കെയുണ്ട് ടേം? എം എക്സ് ഡബിൾ ഡാഷ് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഇത് തന്നെയല്ലേ നേരത്തെ കിട്ടിയിട്ടുള്ള ഇക്വേഷനും അല്ലെ? ന്യൂട്ടൺസ് മെത്തേഡിൽ കിട്ടിയ ഇക്വേഷനും എനർജി മെത്തേഡിൽ കിട്ടിയ ഇക്വേഷനും സെയിം ആണ്. മെത്തേഡ് മനസ്സിലായോ? എനർജി മെത്തേഡിൽ കൺസർവേറ്റീവ് സിസ്റ്റം ആണ് നമ്മൾ എടുക്കുന്നത്. കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ എനർജി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ ഡാമ്പിംഗ് പാടില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന സിസ്റ്റം ഈസ് അൺഡാംഡ് സിസ്റ്റം ആണ്. ടോട്ടൽ എനർജി 0, ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ, വി ഇവിടെ എക്സ് ഡാഷ് എന്നാണ് പറയാ, ഹാഫ് എം എക്സ് ഡാഷ് സ്ക്വയർ. അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇനി ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അത് രണ്ടിന്റെയും സമ്മിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സമ്മ് 0 ആയിട്ട് വരണം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരം ഹാഫ് എം എക്സ് ഡാഷ് സ്ക്വയറിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 ഇൻറ്റു എക്സ് ഡാഷ് സ്ക്വയർ ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ഇൻറ്റു എക്സ് ഡാഷ് ഈക്വൽ ടു 0. ഇതില് 2ഉം 2 ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാ, ബാക്കി എക്സ് ഡാഷ് വെച്ചിട്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കളയാ. ഈക്വൽ ടു 0 അല്ല, അപ്പൊ എക്സ് ഡാഷ് നമുക്ക് പുറത്തെടുത്താൽ 0 ആയി. ബാക്കി എന്താണ് ഇക്വേഷൻ? എം എക്സ് ഡബിൾ ഡാഷ് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഇതൊരു ഇക്വേഷൻ. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അടുത്ത മെത്തേഡ് റെയ്ലീസ് മെത്തേഡ്. റെയ്ലീസ് മെത്തേഡില് ഒരു പെൻഡുലം കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഒരു പെൻഡുലത്തില് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ കൺസിഡർ ചെയ്യാൻ നേരം എങ്ങനെയാണ് ഈ ഒരു പെൻഡുലം മൂവ് ചെയ്യുക? ഇതിന് ഈ ഒരു എൻഡിലേക്ക് മൂവ് ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു എൻഡിലേക്ക് മൂവ് ചെയ്യും.
അപ്പം ഇതിന്റെ മീൻ പൊസിഷനിലായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം, അതുപോലെ ഇതിന്റെ ഫാർ എൻഡിലായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ആൻഡ് ഈ രണ്ട് എനർജിയും ഈക്വൽ ആയിരിക്കും. മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയും മാക്സിമം കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജി മാക്സിമം ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകുമ്പോൾ കൈനറ്റിക് എനർജി സീറോ ആയിരിക്കും. ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. സോ ഈ രണ്ട് മാക്സിമം എനർജി എത്രയാണെന്ന് അറിയാം, അതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പൊ ആദ്യം എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഇക്വേഷൻ എ സൈൻ ഒമേഗ ടി. ഇതിനകത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്ന കണ്ടീഷൻ സൈൻ 1 ആകുമ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, എ ആണ്. എക്സ് മാക്സ് ഈക്വൽ ടു എ. ഈ ഒരു ടേം 1 ആയി പോകും. സൈൻ ഒമേഗ ടി ഈക്വൽ ടു 1. ദെൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. എക്സ് ഡാഷ് ഈക്വൽ ടു എ ഒമേഗ എൻ കോസ് ഒമേഗ എൻ ടി. ഇന്നലെ പഠിച്ച കാര്യങ്ങളാണ്. ഇതിൽ മാക്സിമം വെലോസിറ്റി വരണമെങ്കിൽ എങ്ങനെയാ, കോസിന്റെ ടേം 1 ആയി പോകണം. അപ്പൊ മാക്സിമം വെലോസിറ്റി ഈക്വൽ ടു എ ഒമേഗ എൻ. ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, ഇക്വിലിബ്രിയം പൊസിഷൻ. എപ്പോഴാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്, മീൻ പൊസിഷനിലാണ് കൈനറ്റിക് എനർജി മാക്സിമം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മാക്സിമം വെലോസിറ്റി വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഹാഫ് എം മാക്സിമം എക്സ് ഡാഷ് മാക്സ് ഹോൾ സ്ക്വയർ. ഇപ്പൊ എക്സ് മാക്സിന്റെ, അതായത് വെലോസിറ്റി മാക്സിമം ആവുമ്പോൾ ഇക്വേഷൻ എന്താണ്, എ ഒമേഗ എൻ അല്ലെ. എക്സ് ഡാഷ് മാക്സ് ഈക്വൽ ടു മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഒമേഗ എൻ ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൈനറ്റിക് എനർജിയുടെ മാക്സിമം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ ഹാഫ് എം ഇൻറ്റു എ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. അപ്പം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കിട്ടണം. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എവിടെയാ വരിക, നമ്മുടെ രണ്ട് എക്സ്ട്രീം എൻഡിൽ. ഈ ഒരു പെൻഡിലാണെങ്കിൽ ഇതിന്റെ രണ്ട് എക്സ്ട്രീം എൻഡിലാണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. അതിന് ഇക്വേഷൻ എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ആ എക്സിന് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആവുമ്പോൾ ഹാഫ് കെ എക്സ് മാക്സ് സ്ക്വയർ. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്താണ്, എക്സ് മാക്സ് ഈക്വൽ ടു എ ആണ്. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ. ഇനി എന്താ നമുക്ക് വേണ്ടത്, ഇത് രണ്ട് മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആണ്. അപ്പൊ ഇതിനെ ഇക്വേറ്റ് ചെയ്യുക. അതായത് ഹാഫ് എം എ ഒമേഗ എൻ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ. ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹാഫ് ക്യാൻസൽ ആയി, എ സ്ക്വയർ ക്യാൻസൽ ആയി. അപ്പൊ ഇവിടെ എം ഒമേഗ എൻ സ്ക്വയർ ഈക്വൽ ടു കെ എന്ന് വരും. ഇത് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എം ഒമേഗ എൻ സ്ക്വയർ ഈക്വൽ ടു കെ. ഇതിൽ നിന്ന് ഒമേഗയുടെ ഇക്വേഷൻ കിട്ടും ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് മുന്നത്തെ മെത്തേഡിൽ. അതായത് ന്യൂട്ടൺസ് മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇല്ലേ. എല്ലാ മെത്തേഡിലും നമുക്ക് ഫൈനലി കിട്ടുന്ന റിസൾട്ട് സെയിം ആണ്. പല ആൾക്കാരായിട്ട് പല തിയറിയിൽ ഇത് പ്രൊപ്പോസ് ചെയ്തേക്കുന്നു. അതുകൊണ്ട് ഇതിനെ പല മെത്തേഡായിട്ട് പറയുന്നു. ബട്ട് റിസൾട്ടിങ് ജനറേറ്റിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇതാണ് ഇക്വേഷൻ. ഒരു സിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. വേറൊരു ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് കെ ബൈ എം. ഇനി നെക്സ്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ അത് ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിളിൽ പറയുന്നത് ഒരു ഡൈനാമിക് സിസ്റ്റത്തിനെ സ്റ്റാറ്റിക് സിസ്റ്റം ആയിട്ട്, ഇക്വലന്റ് സ്റ്റാറ്റിക് സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതായത് ഒരു സിസ്റ്റത്തിൽ ഡൈനാമിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ്, ആ ഒരു ഡൈനാമിക് ഫോഴ്സിന്റെ എഫക്റ്റിനെ നമുക്ക് അതിന് ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് കാണിക്കാൻ പറ്റും. അതെന്താണ്, ഇനേർഷ്യ ഫോഴ്സ്. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ ആ സിസ്റ്റത്തില് ഒരു ഡൈനാമിക് ഫോഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു റെസിസ്റ്റിംഗ് ഇനേർഷ്യ ഫോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നാണ് ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഒരു സ്ട്രക്ചറൽ സിസ്റ്റം, ആ സിസ്റ്റത്തിൽ ഡൈനാമിക് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡൈനാമിക് സിസ്റ്റത്തിനെ ഇക്വലന്റ് സ്റ്റാറ്റിക് സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പൊ ആ സ്റ്റാറ്റിക് സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം എക്സ്റ്റേണൽ ഡൈനാമിക് ലോഡിനെ റീപ്ലേസ് ചെയ്യും. എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്, ആ ഡൈനാമിക് ലോഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാസ് കാരണം അതിന്റെ ഇനേർഷ്യ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇനേർഷ്യ ഫോഴ്സ് കംപ്ലീറ്റ്ലി നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യും. അതാണ് ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. എ സിസ്റ്റം മേ ബി ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം by adding to the external force an imaginary force which is commonly known as inertia force. അതായത് എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആയിട്ട് ഇനേർഷ്യ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഇമാജിനറി ഫോഴ്സ്. എന്തിനു വേണ്ടിയിട്ടാ, ഡൈനാമിക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ.
ആൻഡ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും. അതായത് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ അലോങ് ആയിട്ട്. അപ്പൊ ആ സിസ്റ്റം ഇക്വിലിബ്രിയം സിസ്റ്റം നോക്കുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഡൈനാമിക് ലോഡ്, അതിനെ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് അതിന് ഈക്വലന്റ് ആയിട്ട് ഇനേർഷ്യ ഫോഴ്സ് ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ എഫ് മൈനസ് എം എ എന്ന് പറയുന്നത് ഇനേർഷ്യ ഫോഴ്സ് ഈക്വൽ ടു 0. ഇതാണ് ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ഇതാണ് സ്പ്രിംഗ് മാസ് മോഡല്. ഇതില് സ്പ്രിംഗ് ഉണ്ട്, സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ് കെ ഉണ്ട്, എം മാസ് ഉണ്ട്, നമ്മുടെ ഡൈനാമിക് ലോഡ് എക്സ് ഉണ്ട്, ഓക്കെ, ഡൈനാമിക് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഉണ്ട്. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം നോക്കുകയാണെങ്കിൽ മാസ് ഉണ്ട്, കെ സ്റ്റിഫ്നെസ് കാരണം കെ എക്സ് ഉണ്ട്. പിന്നെ ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഉള്ള ടോട്ടൽ ഡൈനാമിക് ലോഡിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഒരു ഇനേർഷ്യ ഫോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം ഈ ഡൈനാമിക് ഫോഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എം എക്സ് ഡബിൾ ഡാഷ് വന്നിട്ടുള്ളത്. അത് ഓരോരുത്തരും ഓരോ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്, ഇത് മനസ്സിലാക്കി വെക്കുക. ഒന്നുമില്ല, എക്സ്റ്റേണൽ ഡൈനാമിക് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു ഇനേർഷ്യ ഫോഴ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ സ്റ്റിഫ്നെസ് കാരണം ഒരു ഫോഴ്സ് ഉണ്ട്, അതേ ഡയറക്ഷനിൽ എം എക്സ് ഡബിൾ ഡാഷും കൂടെ കൊടുക്കും. ഇനി എന്താണ് ഇതിന്റെ ഇക്വിലിബ്രിയം നോക്കാം. സം ഓഫ് ഫോഴ്സ് ഈക്വൽ ടു 0. അപ്പം സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എം എക്സ് ഡബിൾ ഡാഷും ലെഫ്റ്റ് സൈഡിലേക്ക്, കെ എക്സും ലെഫ്റ്റ് സൈഡിലേക്ക്. ഇവിടെ വേറെ ഫോഴ്സ് ഒന്നുമില്ല, നമ്മുടെ ഡൈനാമിക് ഫോഴ്സിനെയാണ് നമ്മൾ ഈ എം എക്സ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ മൈനസ് എം എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഈക്വൽ ടു 0. അപ്പൊ മൈനസ് പുറത്തെടുത്താൽ ഈക്വൽ ടു 0 ആണെങ്കിൽ മൈനസ് ക്യാൻസൽ ആയി എം എക്സ് ഡബിൾ ഡാഷ് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ത്രൂ ഔട്ട് എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എക്സ് ഡബിൾ ഡാഷ് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇക്വേഷൻ. എല്ലാത്തിലും ഫൈനൽ ഇക്വേഷൻ സെയിം ആണ്, സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതാണ് 5 മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് എന്തായിരുന്നു? സിമ്പിൾ ഹാർമോണിക് മോഷൻ മെത്തേഡ്, ദെൻ ന്യൂട്ടൺസ് മെത്തേഡ്, then energy method, Rayleigh's method, and finally ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ. 5 മെത്തേഡ് ഉണ്ട്. 5 മെത്തേഡിലും നമുക്ക് ഗവേണിംഗ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ സെയിം ആണ്, എക്സ് ഡബിൾ ഡാഷ് പ്ലസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അതായത് ഈ ഒരു ടേം ഒമേഗ എൻ സ്ക്വയർ അല്ലെങ്കിൽ കെ ബൈ എം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒമേഗ എൻ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം എന്ന് കൊടുക്കാം. ഒമേഗയ്ക്ക് അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടും, റൂട്ട് ഓഫ് കെ ബൈ എം. ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കാനുള്ളതാണ് സ്പ്രിംഗ് എങ്ങനെ സ്റ്റിഫ്നെസ്, ഇക്വലന്റ് സ്റ്റിഫ്നെസ് കാണാനായിട്ട്. നമുക്ക് ഒത്തിരി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സ്പ്രിംഗ് പാരലൽ ആയിട്ട് വന്നാൽ, അല്ലെങ്കിൽ സ്പ്രിങ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതാണ് പാരലൽ ആയിട്ട് സ്പ്രിങ്സ് കൊടുക്കുക. അപ്പം 2 സ്പ്രിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് K1 ഉം K2. കോമൺ ആയിട്ട് എം മാസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും പാരലൽ ആയിട്ടാണ് ഈ സ്പ്രിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഇക്വലന്റ്, ഈ ഒരു സിസ്റ്റത്തിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കാണാനായിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ നോക്കുകയാണെങ്കിൽ മാസ് 2 സ്പ്രിംഗിലും ഒരേപോലെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കോമൺ ആയിരിക്കും. അതായത് K1 ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും K2 എന്ന് പറയുന്ന സ്പ്രിംഗിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും സെയിം ആയിരിക്കും. Δ1 ഈക്വൽ ടു Δ2. ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി, രണ്ടിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു ഒമേഗ 1 പ്ലസ് ഒമേഗ 2. ഡെൽറ്റ ഈക്വൽ ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ്, ഓരോ സ്പ്രിങ്ങിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ സം ആയിരിക്കും ടോട്ടൽ സ്റ്റിഫ്നെസ്. ഇനി സ്റ്റിഫ്നെസ് കെയുടെ ഇക്വേഷൻ എന്താണ്? ഒമേഗ ബൈ ഡെൽറ്റ. ഇതിൽ നിന്ന് എനിക്ക് എഴുതാം ഒമേഗ ഈക്വൽ ടു കെ ഡെൽറ്റ. അപ്പൊ ഒമേഗ 1 ഇക്വേഷൻ K1 Δ1, ഒമേഗ 2 എന്ന് പറയുന്നത് K2 Δ2. അപ്പം ടോട്ടൽ ഒമേഗ എന്ന് പറയുന്നത് K1 Δ1 പ്ലസ് K2 Δ2. Δ1ഉം Δ2ഉം ഇവിടെ ഈക്വൽ ആണ്. അപ്പൊ എനിക്ക് Δ1ഉം Δ2നെയും ഡെൽറ്റ എന്ന് എഴുതാം. അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. നോക്കാം, W ഈക്വൽ ടു K1 ഡെൽറ്റ പ്ലസ് K2 ഡെൽറ്റ. ഇതിൽ നിന്ന് ഡെൽറ്റ പുറത്തെടുത്തു. ആൻഡ് ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ W ബൈ ഡെൽറ്റ ഈക്വൽ ടു K1 പ്ലസ് K2. W ബൈ ഡെൽറ്റ എന്താണ്? K ആണ്. അതായത് ഇക്വലന്റ് സ്റ്റിഫ്നെസ്, ടോട്ടൽ സ്റ്റിഫ്നെസ് ഈക്വൽ ടു K1 പ്ലസ് K2. അപ്പം 2 സ്പ്രിങ്സ്
പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ്, ആ ഒരു സിസ്റ്റത്തിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K1 പ്ലസ് K2 ആണ്. ഓക്കെ, പാരലൽ കണക്ട് ചെയ്യുമ്പം ഡിഫ്ലക്ഷൻ സെയിം ആണ്. ഫ്രീക്വൻസി, ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി. ബാക്കി ജസ്റ്റ് സിമ്പിൾ അല്ലേ? അതുപോലെ തന്നെ സീരീസ് കണക്ഷൻ ആണെങ്കിൽ നോക്കാം, ഇതുപോലെ സീരീസ് ആയിട്ടാണ് രണ്ട് സ്പ്രിംഗ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ വൺ എൻഡിൽ മാസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഡിഫ്ലക്ഷൻ സെയിം ആയിരിക്കില്ല. രണ്ടിന്റെയും ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ, ടോട്ടൽ ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2. ബട്ട് ഫ്രീക്വൻസി സെയിം ആയിരിക്കും, കാരണം ഇത് രണ്ടും ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യും. സോ ഫ്രീക്വൻസി വിൽ ബി സെയിം. W1 ഈക്വൽ ടു W2 ഈക്വൽ ടു W, ബട്ട് ഡെൽറ്റ വിൽ ബി സം ഓഫ് ഇൻഡിവിജ്വൽ റിഫ്ലക്ഷൻ. Then delta 1 equation എന്താ, W1 by K1. Delta 2 equation W2 by K2. So sum of deflection equal to delta 1 plus delta 2 W1 by K1 plus W2 by K2 equal to W by KE. അപ്പൊ നമുക്ക് അറിയാം W equal to W1 equal to W2. അപ്പൊ ഈ ടോട്ടൽ W നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 1 by KE equal to 1 by K1 plus 1 by K2. അതായത് രണ്ട് സ്പ്രിങ്ങിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാ, 1 by K equivalent equal to 1 by K1 plus 1 by K2. Sum of reciprocals of individual spring stiffness. പാരലൽ കണക്ഷനിൽ രണ്ട് സ്പ്രിങ്ങിന്റെയും ഡയറക്റ്റ് സം എടുത്താൽ മതി. സീരീസ് കണക്ഷൻ ആവുമ്പോൾ റെസിപ്രോക്കൽ എടുത്തിട്ട് സം കാണാം. ഓക്കെ, ഇനി ഒരു സ്പ്രിംഗ്, ഇതൊരു സ്പ്രിംഗ് മാസ് മോഡലാണ്. ഇതില് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ്, ഈ സ്പ്രിങ്ങിന്റെ ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ് വരാം. അപ്പൊ നോക്കുക, ഈ ഒരു സ്പ്രിംഗ് എന്ന് പറയുന്നത് മാസിനോട് തീറ്റ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആണ്. തീറ്റ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആണ്. ആൻഡ് ഈ മാസിൽ നമ്മൾ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഡയറക്ഷനിലാണ്. എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് എക്സ്. അപ്പൊ ഇവിടെയാണ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ് എക്സ്. അപ്പൊ ഈ എക്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതിന്റെ സ്പ്രിങ്ങിന് അലോങ് ആയിട്ടുള്ള കമ്പോണന്റ് എടുക്കുമ്പോൾ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ്. ഇത് തീറ്റയാണ്. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ എങ്ങനെ വന്നു, എക്സ് കോസ് തീറ്റ എന്ന് വന്നു. എക്സ് കോസ് തീറ്റ. ഓക്കെ, ഇത് എക്സ് ഡയറക്ഷനിൽ സ്പ്രിങ്ങിന് അലോങ് ആയിട്ട് ആ ഫോഴ്സ്, ആ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, എക്സ് കോസ് തീറ്റ എന്ന് വന്നു. അപ്പം എക്സ് കോസ് തീറ്റ വന്നാല് ഈ സ്പ്രിങ്ങിന്റെ ആക്സിയൽ ഡയറക്ഷനിൽ, സ്പ്രിങ്ങിന്റെ ആക്സിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ഡയറക്ഷനിൽ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് എന്തായിരിക്കും, കെ ഇൻറ്റു സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും, കെ ഇൻറ്റു എക്സ് കോസ് തീറ്റ. സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഫോഴ്സ്. കെ എക്സ് കോസ് തീറ്റ ആണ് ഇതിന്റെ ആക്സിയൽ ഡയറക്ഷനിൽ, അതായത് സ്പ്രിങ്ങിന്റെ ആക്സിയൽ ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് കെ എക്സ് കോസ് തീറ്റ. നമുക്ക് ബട്ട് ഫോഴ്സ്, സ്റ്റിഫ്നെസ് വേണ്ടത് എന്തിന്റെ ഡയറക്ഷനിലാണ്, നമ്മുടെ മാസിന്റെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലാണ് വേണ്ടത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അപ്പൊ ഒന്നുകൂടെ ഇതിന്റെ കമ്പോണന്റ് എടുക്കുക. അപ്പൊ സ്റ്റിഫ്നെസ് അലോങ് ചെയ്തിട്ടുള്ളത് ഇൻക്ലൈൻഡ് ഡയറക്ഷനിൽ, അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. അപ്പൊ കെ എക്സ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. അപ്പൊ എന്താ, കെ എക്സ് കോസ് സ്ക്വയർ തീറ്റ. അതായത് സ്റ്റിഫ്നെസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. നമുക്ക് വേണ്ടത് മാസിൽ ഏത് ഡയറക്ഷനിലാണോ ലോഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് ആ ഡയറക്ഷനിൽ സ്റ്റിഫ്നെസ് വേണം. അതിനു വേണ്ടി ഡിസ്പ്ലേസ്മെന്റിന്റെ നമുക്ക് കമ്പോണന്റ് കാണാം, ഇൻക്ലൈൻഡ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ്. അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് കെ എക്സ് കോസ് തീറ്റ എന്ന് വന്നു. ആ സ്റ്റിഫ്നെസിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കുക. അപ്പൊ എന്താ, കെ കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നു. മനസ്സിലായോ? എക്സ് എടുക്കണ്ട, കാരണം സ്റ്റിഫ്നെസ് ആണ് കെ കോസ് സ്ക്വയർ തീറ്റ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ് സ്റ്റിഫ്നെസ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, എക്സ് ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അപ്പം ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് കെ എക്സ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ കെ കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നു. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? സ്പ്രിങ് ഇതുവരെ കണ്ടിട്ടുള്ളതെല്ലാം നേരെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിൽ തന്നെയായിരുന്നു സ്പ്രിങ്ങും ഉണ്ടായിരുന്നത്.
ഇൻക്ലൈൻഡ് ആയിട്ട് സ്പ്രിംഗ് വരുന്ന സമയത്ത് ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ് എടുക്കേണ്ടത് കെ കോസ് സ്ക്വയർ തീറ്റയാണ്. അതെങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണെങ്കിൽ സ്റ്റിഫ്നെസ്സിന് അലോങ് ആയിട്ട് അല്ലെങ്കിൽ ഈ സ്പ്രിങ്ങിന് അലോങ് ആയിട്ട് വരുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് കെ എക്സ് കോസ് തീറ്റ വരും. എക്സ് കോസ് തീറ്റ. ഓക്കെ, അത് ഫോഴ്സ് ഇൻ ആക്സിയൽ ഡയറക്ഷൻ, സ്പ്രിങ്ങിന്റെ ആക്സിസിന് അലോങ് ആയിട്ട് വരുന്ന ഫോഴ്സ് ആണ് കെ എക്സ് കോസ് തീറ്റ. അപ്പൊ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ത് വരും? കെ എക്സ് കോസ് തീറ്റയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കെ എക്സ് കോസ് സ്ക്വയർ തീറ്റ. അതാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. നമുക്ക് വേണ്ടത് ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ് ആണ്. ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. കെ എക്സ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ സ്റ്റിഫ്നെസ് എന്തായി? കെ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ ഇതുവരെ പഠിച്ചിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പ് പഠിച്ചു വൈബ്രേഷൻ അനാലിസിസിൽ. ഫസ്റ്റ് മോഡലിംഗ് പഠിച്ചു, രണ്ടാമത് ഏതൊക്കെയാണ് ഇക്വേഷൻസ്, എങ്ങനെയാണ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പൊ ഇതുവരെ പഠിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ഇക്വേഷൻസ് ആണ് ഈ എഴുതിയിട്ടുള്ളത്. ടൈം പീരീഡ് ടി ഈക്വൽ ടു 2π/ω_n. ω_nന്റെ ഇക്വേഷൻ √k/m. നമ്മളിപ്പം ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് പലയിടത്തായിട്ട് കണ്ടു ഈ ഒരു ഇക്വേഷൻ. അതുപോലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിന്റെ ഇൻവേഴ്സ് ആണ്. ടൈം പീരീഡ് സൈക്കിൾസ് പെർ സെക്കൻഡിൽ തന്നാൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t. അതിന്റെ തന്നെ റേഡിയൻസ് പെർ സെക്കൻഡിലാണ് വേണമെങ്കിൽ ഇക്വേഷൻ ω_n/2π. ഇത് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരും, ഓർത്തിരിക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പഠിപ്പിച്ചതിൽ? ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കാട്ടോ. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്പ് പഠിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? മോഡലിംഗ്. രണ്ടാമത്തത് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷന്റെ സൊല്യൂഷൻ കാണുക. അപ്പം സൊല്യൂഷൻ കാണാനായിട്ട് ഇക്വേഷൻ എന്തായിരുന്നു? mx∬−kx=0. ഞാൻ പറഞ്ഞു ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. കാരണം x∬dx²/dt². അപ്പം സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻ ആണിത്. ഇതിന് കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്. 5 ഡിഫറെന്റ് സൊല്യൂഷൻസ് ഉണ്ട് ഇതിന്. ഈ ഒരു ഇക്വേഷന് ഇത് ഓൾറെഡി പ്രപ്പോസ്ഡ് ആയിട്ടുള്ളതാണ്. എന്താണ്? x=a cos ω_nt, x=b sin ω_nt, x=a cos ω_nt plus b sin ω_nt, അതുപോലെ x=a sin ω_nt plus phi, x=a cos ω_nt minus phi. ഈ 5 സൊല്യൂഷനും ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇതിൽ പല കണ്ടീഷനിൽ നമുക്ക് എക്സ് മാക്സ് എങ്ങനെ വരും, ഈ എക്സ് മാക്സിന്റെ ഒക്കെ കണ്ടീഷൻ കൊടുത്തിട്ട് ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഈ എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കും. അപ്പം ജനറലി ഇക്വേഷൻ എന്ന് പറയുന്നത് mx∬+kx=0 ആണ്. ഇതിന്റെ 5 സൊല്യൂഷൻസ് ആണ്. ഓക്കെ, 5 ഡിഫറെന്റ് സൊല്യൂഷൻസ് ആണ് ഈ എഴുതിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ പല കണ്ടീഷൻ കൊടുത്തിട്ട് കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ കാണും. ആദ്യത്തെ ഇക്വേഷൻ x=a cos ω_nt എന്ന് പറഞ്ഞെടുക്കാം. സൊല്യൂഷൻ 1 എന്ന് പറയുന്നത് x=a cos ω_nt. a എന്ന് പറയുന്നത് ഒരു
കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയില്ല അതിന്റെ വാല്യൂ. അപ്പൊ അത് കാണാനായിട്ട് ഞാൻ ആദ്യം കണ്ടീഷൻ അപ്ലൈ ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടി സീറോ ആയിരിക്കുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റും സീറോ ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ടൈം പീരീഡ് ടി ഈക്വൽ ടു സീറോ, ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് സീറോ ആണ്. അപ്പൊ ടി ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു എന്താ എക്സ് സീറോ എന്ന് കൊടുക്കുക. അതായത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്തെങ്കിലും ആ ഒരു സിസ്റ്റത്തിൽ ഓൾറെഡി ഉണ്ട് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു സീറോയില് എക്സ് ഈക്വൽ ടു എനിക്ക് എക്സ് സീറോ എന്ന് പറയാം. ചിലപ്പോൾ ഇത് സീറോ ആകാം, അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി എക്സ് സീറോ വെൻ ടി ഈക്വൽ ടു സീറോ. അപ്പൊ ഈ ഇക്വേഷനിൽ ടി ഈക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ എൻ ടിയില് കോസ് ഒമേഗ എൻ ടി ടി ഈക്വൽ ടു സീറോ ആകുമ്പോൾ കോസ് സീറോ ആകും. കോസ് സീറോ ആയാൽ എന്താ വാല്യൂ? കോസ് സീറോ എത്രയാണ്? 1 ആണ് അല്ലെ? ടി സീറോ ആകുമ്പോൾ എക്സ് എക്സ് സീറോ ആണ്. എ കോസ് ഒമേഗ എൻ ടിയില് ടി സീറോ കൊടുക്കുമ്പോൾ കോസ് ഒമേഗ എൻ ടി എന്ന് പറയുന്നത് 1 ആകും. കോസ് സീറോ ഈക്വൽ ടു 1. അപ്പൊ എക്സ് സീറോ ഈക്വൽ ടു എ എന്ന് കിട്ടി. അതായത് എ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് എക്സ് സീറോ. അപ്പൊ എനിക്ക് ഈ ഇക്വേഷനിൽ എക്ക് എന്തെന്ന് കിട്ടി? എയുടെ വാല്യൂ എന്ത് കിട്ടി? എക്സ് സീറോ എന്ന് കിട്ടി. അപ്പൊ എക്ക് പകരം എക്സ് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് സീറോ കോസ് ഒമേഗ എൻ ടി എന്നുള്ള ഇക്വേഷൻ കിട്ടി. ആ ഒരു ഇക്വേഷന്റെ സൊല്യൂഷനെ എനിക്ക് എക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഇട്ടു. ആ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടി ഈക്വൽ ടു സീറോ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് സീറോ എന്നുള്ള കണ്ടീഷൻ കൊടുക്കും. അപ്പൊ കോസ് ഒമേഗ എൻ ടിയില് ടി സീറോ ആയാല് കോസ് സീറോ എന്ന് പറയുന്നത് വാല്യൂ 1 ആണ്. അപ്പം എക്സ് സീറോ എന്ന് പറയുന്നത് എ ആയി. അപ്പൊ കോൺസ്റ്റന്റ് എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എക്സ് സീറോ എന്ന് കിട്ടി. ആ എയുടെ വാല്യൂ ഞാൻ ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് സീറോ കോസ് ഒമേഗ എൻ ടി എന്ന് കിട്ടി. ഇത് ഫസ്റ്റ് സൊല്യൂഷനിൽ എയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ്, എക്സിന്റെ വാല്യൂ. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സിന്റെ വാല്യൂ എന്നുള്ളതാണ് ബേസിക്കലി. അതിന് ഞാൻ ആദ്യം എടുത്തത് സപ്പോസ് ഇറ്റ് ക്യാൻ ബി എ കോസ് ഒമേഗ എൻ ടി. അപ്പൊ ആ എ എന്ന് പറയുന്നത് നമുക്ക് അൺനോൺ ആണ്. ആ വാല്യൂ ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് എക്സ് സീറോ. ഇത് ഫസ്റ്റ് ഒരു സൊല്യൂഷൻ. ദെൻ സൊല്യൂഷൻ 2 എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇക്വേഷൻ എഴുതിയത് എക്സ് ഈക്വൽ ടു ബി സൈൻ ഒമേഗ എൻ ടി. അപ്പൊ ഇതില് നേരത്തെ കൊടുത്ത പോലെ തന്നെ കണ്ടീഷൻ, അതായത് ടി ഈക്വൽ ടു സീറോ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് സീറോ എന്ന് കൊടുക്കാം. അപ്പം ടി ഈക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സൈൻ ഒമേഗ എൻ ടി എന്ന് പറയുന്ന സൈൻ സീറോ എന്താണ്? സീറോ ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ളൊരു കണ്ടീഷൻ വരും. നമുക്കത് ഫേവറബിൾ അല്ല അല്ലെ? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിനൊരു സൊല്യൂഷൻ ആണ് വേണ്ടത്, അല്ലെങ്കിൽ എക്സിനൊരു ഇക്വേഷൻ ആണ് വേണ്ടത്. അതായത് ബിക്ക് ഒരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സൈൻ സീറോ സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ മൊത്തത്തിൽ സീറോ ആയി പോകും. ഓക്കെ, നമുക്ക് ആ ബിയുടെ വാല്യൂ കിട്ടില്ല. അപ്പൊ ആ ബിയുടെ വാല്യൂ കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് ഡാഷ് ഈക്വൽ ടു, എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ബി ഇൻറ്റു സൈൻ ഒമേഗ എൻ ടി. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായി? സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഒമേഗ എൻ ടി. ദെൻ ഒമേഗ എൻ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒമേഗ, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, മനസ്സിലായോ? അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂയുടെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ബി സൈൻ ഒമേഗ എൻ ടി എന്നാണ്. അപ്പൊ ഇതില് എനിക്ക് കണ്ടീഷൻ കൊടുക്കാൻ നേരം ടി അറ്റ് ടി ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു എക്സ് സീറോ. ബട്ട് ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, ടിക്ക് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സൈൻ എന്ന് പറയുന്ന ടേം എന്തായി? സൈൻ സീറോ ഈക്വൽ ടു സീറോ ആയി. നമുക്ക് ഈ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരം ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി ആണ് എക്സ് ഡാഷ് വെലോസിറ്റി ഈക്വൽ ടു ബി കോൺസ്റ്റന്റ് ആണ് ബി ഇൻറ്റു സൈൻ ഒമേഗ എൻ ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായി? കോസ് ഒമേഗ എൻ ടി ഇൻറ്റു ഒമേഗ എൻ. ഓക്കെ, ഇനി ഇതിൽ എനിക്ക് അടുത്ത കണ്ടീഷൻ കൊടുക്കാം. എന്താ? ടി ഈക്വൽ ടു സീറോ ആകുമ്പോൾ എക്സ് ഡാഷിനെ എക്സ് സീറോ ഡാഷ് എന്ന് കൊടുക്കും. അപ്പം ഇവിടെ കോസായി ടേം കോസായി കഴിയുമ്പം ടി സീറോ കൊടുത്താൽ ഇത്രയും ടേം പിന്നെ വാല്യൂ എന്തായി? 1 ആയി. അപ്പം എക്സ് സീറോ ഡാഷ് ഈക്വൽ ടു ബി ഒമേഗ എൻ കോസ് ഒമേഗ എൻ ടി ഈക്വൽ ടു സീറോ. അപ്പൊ കോസ് ഇത്രയും ടേം കോസ് ഒമേഗ എൻ ടി ഈക്വൽ ടു സീറോ എന്നായി. സോറി, കോസ് ഒമേഗ എൻ ഇൻറ്റു സീറോ ഈക്വൽ ടു 1. അപ്പൊ എക്സ് സീറോ ഡാഷ് ഈക്വൽ ടു ബി ഒമേഗ എന്ന് കിട്ടി. ബിയുടെ വാല്യൂ എന്ത് കിട്ടി? എക്സ് സീറോ ഡാഷ് ബൈ ഒമേഗ എൻ. അപ്പൊ ഇതില് ഈ ഇക്വേഷനിൽ ബിയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ് സീറോ ഡാഷ്
ഡിവൈഡഡ് ബൈ ഒമേഗ എൻ. അപ്പൊ നമുക്ക് അടുത്ത സൊല്യൂഷൻ കിട്ടി. എക്സ് സീറോ ഈക്വൽ ടു എക്സ് സീറോ ഡാഷ് ഡിവൈഡഡ് ബൈ ഒമേഗ എൻ ഇൻറ്റു സൈൻ ഒമേഗ എൻ ടി. ഇതൊരു സൊല്യൂഷന്റെ ഇക്വേഷൻ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സൊല്യൂഷൻ നമ്മൾ എടുത്തത് എന്തായിരുന്നു? ഇത് രണ്ടിന്റെയും സം, അതായത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ എൻ ടി പ്ലസ് ബി സൈൻ ഒമേഗ എൻ ടി. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ എടുത്ത ഇക്വേഷൻ ഏതായിരുന്നു? എ കോസ് ഒമേഗ എൻ ടി ആയിരുന്നു. അപ്പൊ നമുക്ക് എക്ക് ഒരു വാല്യൂ കിട്ടി. എന്തായിരുന്നു എക്ക് വാല്യൂ കിട്ടിയത്? എക്സ് സീറോ എന്ന് കിട്ടി അല്ലെ? അപ്പൊ എക്സ് ഈക്വൽ ടു എക്സ് സീറോ കോസ് ഒമേഗ എൻ ടി എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ സൊല്യൂഷൻ ഏതായിരുന്നു എടുത്തത്? എക്സ് ഈക്വൽ ടു ബി സൈൻ ഒമേഗ എൻ ടി. അപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എക്സ് സീറോ എന്ന് പറയുന്നത് എക്സ് സീറോ ഡാഷ് ബൈ ഒമേഗ എൻ സൈൻ ഒമേഗ എൻ ടി എന്ന് പറയുന്ന ഇക്വേഷൻ. തേർഡ് സൊല്യൂഷൻ ആണ്, ഇത് രണ്ടിന്റെയും സം ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷന്റെ, നമുക്ക് ആദ്യത്തെ കേസിലും സെക്കൻഡ് കേസിലും കിട്ടിയിട്ടുള്ള സൊല്യൂഷന്റെ സം ചെയ്താൽ മതി തേർഡ് കേസിലെ സൊല്യൂഷൻ കാണാനായിട്ട്. ഓക്കെ, ഇതെല്ലാം എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ടഫായിട്ട് തോന്നുന്നതാണ്. ദെൻ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ എൻ ടിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എയുടെ വാല്യൂ എക്സ് സീറോ ആണ്, ബിയുടെ വാല്യൂ എന്താണ്? എക്സ് സീറോ ഡാഷ് ബൈ ഒമേഗ എ. അപ്പൊ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇക്വേഷൻ എന്തായി? എക്സ് ഈക്വൽ ടു എയുടെ വാല്യൂ എക്സ് സീറോ കോസ് ഒമേഗ എൻ ടി പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ് സീറോ ഡാഷ് ബൈ ഒമേഗ എൻ സൈൻ ഒമേഗ എൻ ടി. അപ്പൊ തേർഡ് സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി ഫോർത്ത് സൊല്യൂഷൻ എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്നത് എ സൈൻ ഒമേഗ എൻ ടി പ്ലസ് ഫൈവ്. പലതരത്തിൽ ഇക്വേഷൻ എടുത്തിട്ടുണ്ട്, 5 തരത്തിൽ. അതിൽ നമ്മൾ ആ കോൺസ്റ്റന്റ് ആൻഡ് വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ഫൈനലി എന്താണ് ഇക്വേഷൻ എന്ന് അറിയണം. അപ്പൊ അതിനായിട്ട് ഇവിടെ സൈൻ ഒമേഗ എൻ ടി പ്ലസ് ഫൈവ്. അപ്പം ഇതെന്ത് ഫോമുലയാണ്? സൈൻ ഓഫ് എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് ഒമേഗ എൻ ടി, ബി എന്ന് പറയുന്നത് ഫൈവ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. സൈൻ ഒമേഗ എൻ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് സൈൻ ഓഫ് എ പ്ലസ് ബി, ആ ഒരു ഫോമുലയാണ്. അതിന്റെ എക്സ്പാൻഷൻ എന്ത് വരും? സൈൻ എ സൈൻ ബി, സോറി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ പ്ലസ് ബിയുടെ ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. സൈൻ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ ഉണ്ട്, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇവിടെ എയും ബിയും എന്താണ്? എ എന്ന് പറയുന്നത് ഒമേഗ എൻ ടി ആൻഡ് ബി ഈക്വൽ ടു ഫൈവ്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യാൻ നേരം എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തു എടുത്താൽ സൈൻ ഒമേഗ എൻ ടി കോസ് ഫൈവ് പ്ലസ് എ ഇൻറ്റു കോസ് ഒമേഗ എൻ ടി സൈൻ ഫൈവ്. ഇതുപോലെ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതില് മുന്നത്തെ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ എന്താണ്? എക്സ് ഈക്വൽ ടു എക്സ് സീറോ കോസ് ഒമേഗ എൻ ടി. അതായത് ഇതാ ഇപ്പൊ മുന്നേ കിട്ടിയ ഇക്വേഷൻ ഇല്ലേ, അതായത് ഈ ഒരു ഇക്വേഷൻ. എക്സിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഒമേഗ എൻ ടിക്ക് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് ഇവിടെ, സൈൻ ഒമേഗ എൻ ടിക്കും ഇവിടെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്. നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? എ ഇതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. എ സൈൻ ഒമേഗ എൻ ടി കോസ് ഫൈവ് പ്ലസ് എ കോസ് ഒമേഗ എൻ ടി സൈൻ ഫൈവ്. അപ്പൊ ഇവിടെയും കോസ് ഒമേഗ എൻ ടി ഉണ്ട്, ഇവിടെയും കോസ് ഒമേഗ എൻ ടി ഉണ്ട്. അപ്പൊ കോസ് ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യൻസ് ഇതാണ്. കോസ് ഒമേഗ എൻ ടി നോക്കാം, ഇതാണ് കോസ് ഒമേഗ എൻ ടി. ഇതിന്റെ കോഎഫിഷ്യൻസ് എന്താണ്? എ സൈൻ ഫൈവ്. ഇവിടെ എന്താണ് കോസ് ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യന്റ്? എക്സ് സീറോ. അപ്പൊ എക്സ് സീറോ എക്സ് സീറോയുടെ എക്സ് സീറോക്ക് എനിക്ക്
മിസ് എന്തേ പറയുന്നുണ്ടോ? ഓക്കെ, സോറി, മ്യൂട്ട് ആയി പോയിരുന്നു. നോക്ക്, ഇതിപ്പം ഈ ഒരു ഇക്വേഷനും കമ്പയർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ഉം നമ്മുടെ മുന്നത്തെ സൊല്യൂഷൻ 3. ഇപ്പൊ കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പം കോസ് ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യന്റ്, ഇവിടെയും കോസ് ഒമേഗ എൻ ടി ഉണ്ട്, ഇവിടെയും കോസ് ഒമേഗ എൻ ടി ഉണ്ട്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ x0 ഈക്വൽ ടു എ സൈൻ ഫൈവ് എന്ന് കിട്ടും. അതുപോലെ സൈൻ ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യൻസ് രണ്ട് ഇക്വേഷന്റെയും സെയിം ഫോർമാറ്റിലാണ്. അപ്പൊ സൈൻ ഒമേഗ എൻ ടിയുടെ ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്താണ്? x0 ഡാഷ് ബൈ ഒമേഗ. ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്താണ്? എ കോസ് ഫൈവ്. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഴുതാം x0 ഈക്വൽ ടു എ സൈൻ ഫൈവ്, x0 ഡാഷ് ബൈ ഒമേഗ എൻ ഈക്വൽ ടു എ കോസ് ഫൈവ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എ വാല്യൂ ആണ്. അപ്പൊ എ കിട്ടാനായിട്ട് നോക്കാം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ സൈൻ ഫൈവ്, ഇവിടെ കോസ് ഫൈവ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുത്ത് സം ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് കോസ് സ്ക്വയർ ഫൈവ് എന്ന് വരും. അപ്പൊ ഇത് രണ്ടിന്റെയും സം എന്തായി? സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് കോസ് സ്ക്വയർ ഫൈവ് എന്താണ്? 1 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ടേം അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞാല് എയുടെ വാല്യൂ ഡയറക്ട്ലി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4നെയും സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക. ഓക്കെ, അപ്പം സ്ക്വയർ ചെയ്ത് കഴിയുമ്പം എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് ഈക്വൽ ടു ഇവിടെ x0 സ്ക്വയർ പ്ലസ് x0 ഡാഷ് ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. ഇനി എ സ്ക്വയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ ഫൈവ് കോസ് സ്ക്വയർ ഫൈവ്, ഇതിന് രണ്ടിന്റെയും സം എന്താണ്? 1 ആണ്. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു x0 സ്ക്വയർ പ്ലസ് x0 ഡാഷ് ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടും? ഇത് എ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട് എടുക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേമിന്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ x0 സ്ക്വയർ പ്ലസ് x0 ഡാഷ് ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. ഇതാണ് എയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഇനി എയുടെ വാല്യൂ നമുക്കറിയാം. ഇവിടെ ഫൈവ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് ഇല്ലേ? എന്താണ്? ഫേസ് ആംഗിൾ ഫൈവ്. അപ്പൊ ആ ഫൈയുടെ വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? എ സൈൻ രണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ടാൻ ഫൈവ് എന്ന് കിട്ടും. എ ക്യാൻസൽ ആയി പോയിട്ട് എ സൈൻ ഫൈവ് ഡിവൈഡഡ് ബൈ എ കോസ് ഫൈവ് ഈക്വൽ ടു x0 ബൈ x0 ഡാഷ് ബൈ ഒമേഗ എൻ. എന്താ ചെയ്തത്? ഈ രണ്ട് ഇക്വേഷൻ ഇല്ലേ, തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനെയും ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എ ക്യാൻസൽ ആയി പോവും. സൈൻ ഫൈവ് ബൈ കോസ് ഫൈവ് എന്തായി? ടാൻ ഫൈവ് ആയി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഫൈവ് എത്രയാന്ന് കാണാൻ പറ്റും അല്ലെ? ഫേസ് ആംഗിൾ ആയിട്ടുള്ള ഫൈവ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് x0 ഒമേഗ എൻ ബൈ x0 ഡാഷ്. ഓക്കെ, സൊല്യൂഷൻ 4 എന്ന് പറഞ്ഞത് എന്തായിരുന്നു? എ സൈൻ ഒമേഗ എൻ ടി പ്ലസ് ഫൈവ്. ഇതെന്താണ്? സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോമിലാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നുള്ളത് തരത്തിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് സൊല്യൂഷൻ 3 ആയിട്ട് സൊല്യൂഷൻ 3യിൽ ഇത് സെയിം തരത്തിലുള്ള ഇക്വേഷൻ ആണ്. എക്സ് ഈക്വൽ ടു ഇവിടെ കോസ് ഒമേഗ എൻ ടി ഉണ്ട്, സൈൻ ഒമേഗ എൻ ടി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സൈൻ ഒമേഗ എൻ ടി കോസ് ഒമേഗ എൻ ടി ഉണ്ട്. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുക. ആദ്യം കോസ് ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യൻസ് ഇവിടെ x0 ഈക്വൽ ടു ഇവിടുത്തെ കോഎഫിഷ്യന്റ് എ സൈൻ ഫൈവ്. അപ്പൊ അതൊരു ഇക്വേഷൻ ആയിട്ട് കിട്ടി. അതുപോലെ ഇവിടെ സൈൻ ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യന്റിന് ഇവിടെ എന്താണ്? എ കോസ് ഫൈവ്, ഇവിടെ x0 ഡാഷ് ബൈ ഒമേഗ. അപ്പൊ അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. അതാണ് 3യും 4ഉം. ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യം ഫൈവ് കാണാനുള്ള ഇക്വേഷനും എ കാണാനുള്ള ഇക്വേഷനും. അപ്പൊ എ കാണാൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് കോസ് സ്ക്വയർ ഫൈവ് 1 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷന്റെയും സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക, ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എയുടെ വാല്യൂ കിട്ടും. ഫൈവ് വാല്യൂ കാണാനായിട്ട് ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4 ചെയ്താൽ മതി. അപ്പൊ എ ക്യാൻസൽ ആയിപ്പോ സൈൻ ഫൈവ് ബൈ കോസ് ഫൈവ് എന്തായി? ടാൻ ഫൈവ് ആയി. ടാൻ ഫൈവ് ഇക്വേഷൻ നമുക്ക് കിട്ടും എന്ത്? ടാൻ ഫൈവ് ഇക്വേഷൻ ഈക്വൽ ടു x0 ഒമേഗ എൻ ബൈ x0 ഡാഷ് എന്ന് കിട്ടും. ഇതുപോലെ തന്നെയാണ് സൊല്യൂഷൻ 5. സൊല്യൂഷൻ 5ല് എ കോസ് ഒമേഗ എൻ ടി മൈനസ് ഫൈവ് ആണ്. അപ്പം ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കോസ് എ മൈനസ് ബി ആണ്. കോസ് ഓഫ് എ മൈനസ് ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പൊ കോസ് എ കോസ് ബി എന്ന് പറയുമ്പോൾ കോസ് ഓഫ് ഒമേഗ എൻ ടി കോസ് ബി ഈസ് കോസ് ഫൈവ് പ്ലസ്
സൈൻ എ സൈൻ ബി സൈൻ ഓഫ് ഒമേഗ എൻ ടി ഇൻറ്റു സൈൻ ഫൈ. ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് ഈ തരത്തിൽ. ഇനി ഇതും സൊല്യൂഷൻ 3യും കൂടെ കമ്പയർ ചെയ്യാൻ നേരം സൊല്യൂഷൻ 3 എന്ന് പറയുന്നത് എന്താണ് എക്സ് ഈക്വൽ ടു x0 കോസ് ഒമേഗ എൻ ടി പ്ലസ് x0 ഡാഷ് ബൈ ഒമേഗ എൻ സൈൻ ഒമേഗ എൻ ടി. നേരത്തെ ചെയ്ത പോലെ തന്നെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ x0 ഈക്വൽ ടു ഇവിടെ എന്ത് വന്നു എ കോസ് ഫൈ എന്ന് വന്നു. നോക്കാം x0 എന്ന് പറയുന്നത് കോസ് ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ കോസ് ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യന്റ് എന്താണ് എ കോസ് ഫൈ. അപ്പൊ എ കോസ് ഫൈ ഈക്വൽ ടു x0. ഇനി സൈൻ ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാൻ നേരം എ സൈൻ ഫൈ ഈക്വൽ ടു ഇവിടത്തെ സൈൻ ഒമേഗ എൻ ടിയുടെ കോഎഫിഷ്യന്റ് എന്താണ് x0 ഡാഷ് ബൈ ഒമേഗ എൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എയുടെ വാല്യൂ കാണണം, ഫൈയുടെ വാല്യൂ കാണണം. എയുടെ വാല്യൂ കാണാനായിട്ട് ഈ രണ്ട് ഇക്വേഷന്റെയും സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക. സ്ക്വയർ ചെയ്യുക, സം ചെയ്ത് കഴിയുമ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു x0 സ്ക്വയർ പ്ലസ് x0 ഡാഷ് ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് എ സ്ക്വയറിന്റെ വാല്യൂ എന്ത് വന്നു കോസ് സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്താണ് 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എയുടെ വാല്യൂ കിട്ടും. എ എന്താണ് റൂട്ട് ഓഫ് x0 സ്ക്വയർ പ്ലസ് x0 ഡാഷ് ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. ഇനി ഫൈയുടെ വാല്യൂ കാണാം. ഫൈയുടെ വാല്യൂ കാണാൻ എന്താണ് ഇക്വേഷൻ 4 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3. ഈ ഇക്വേഷൻ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ടാൻ ഫൈ ചെയ്യാം. ടാൻ ഫൈ ചെയ്യണമെങ്കിൽ ഇക്വേഷൻ 4 ബൈ ഇക്വേഷൻ 3 ചെയ്യാം. എ ക്യാൻസൽ ആയിപ്പോയി. സൈൻ ഫൈ ബൈ കോസ് ഫൈ ടാൻ ഫൈ. ടാൻ ഫൈയുടെ വാല്യൂ എന്ത് വന്നു x0 ഡാഷ് ബൈ ഒമേഗ എൻ ബൈ x0. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫോമിലേക്ക് വരും. ഫൈ എന്താണ് ടാനിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് x0 ഇൻറ്റു x0 ഡാഷ് ബൈ ഒമേഗ എൻ. അങ്ങനെ 5 സൊല്യൂഷൻ നമ്മൾ ആദ്യം എടുത്തു. 5 സൊല്യൂഷനിലും ഓരോ കോൺസ്റ്റന്റ് ഉണ്ട്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടി പല കണ്ടീഷൻ കൊടുത്തിട്ട്. ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾ ചെയ്തു നോക്കുക. ഈസിയാണ് ഇത് ശരിക്കും. ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ആ ഇക്വേഷനിൽ ഒരു കണ്ടീഷൻ കൊടുക്കുക, അതിന് കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടുക, അത് അടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെയുള്ളൂ. 5 സൊല്യൂഷൻ. ഡൗട്ട് ഉണ്ടോ? ഇന്ന് ഇതുവരെ നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അറ്റൻഡൻസ് പറയാമോ?